കോഴിക്കോട് വലിയങ്ങാടിയിലാണ് വലിയ അപകടമുണ്ടായിരിക്കുന്നത്. 3 പേർക്കാണ് നിലവിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 5 തൊഴിലാളികളാണ്, ചുമട്ടുതൊഴിലാളികൾ അടക്കമുള്ളവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവരെ 5 പേരെയും ആദ്യം ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതിൽ 3 പേർക്കാണ് നിലവിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു അപകടം. വലിയങ്ങാടിയിൽ പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് സ്ലാബ് മറിഞ്ഞു വീണ് നിലവിൽ 5 പേർ സ്ലാബിനടിയിൽ അകപ്പെടുകയായിരുന്നു. അതിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 3 പേർക്കാണ് നിലവിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2 പേർ ഇപ്പോഴും ചികിത്സയിലാണെന്നാണ് അറിയുന്നത്. പരിക്കേറ്റവരുടെ നില എങ്ങനെ എന്നതിനെ പറ്റിയൊക്കെ വിവരം ലഭിക്കുന്നതേ ഉള്ളൂ. എങ്കിലും അവരിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബീച്ചിലെ വലിയങ്ങാടിയിലെ ബീച്ച് പരിസരത്തെ പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടത്തിലാണ് നിലവിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിതമായ വലിയ അപകടം. എങ്കിലും 3 പേർക്ക് മാത്രമാണ് നിലവിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ആശ്വാസം. കാരണം എല്ലാവരും പറയുന്നതിനനുസരിച്ച് അതിൽ കാര്യങ്ങളെ കാണുകയായിരുന്നെങ്കിൽ, വിലയിരുത്തുകയാണെങ്കിൽ അവിടെ വലിയ മനുഷ്യ ഇടപെടൽ എല്ലാ ദിവസവും നടക്കുന്ന സജീവമായ ഒരിടമായിരുന്നു. ഈ വ്യാപാര സമുച്ചയമാണ് അത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും സജീവമായി പ്രവർത്തിച്ചിരുന്നു. അതിൽ തന്നെ അവിടെയുള്ള തൊഴിലാളികളും വ്യാപാരികളും ഒക്കെ ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം ചൂണ്ടിക്കാട്ടി, ഇത് പൊളിച്ചു മാറ്റുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷനിൽ അപേക്ഷയടക്കം നൽകിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത്. അപകടത്തിൻ്റെ വ്യാപ്തി ഇതിലേറെ ഉയർന്നേനെ എന്നും അവിടെയുള്ളവർ വലിയ ഞെട്ടലോടുകൂടി തന്നെ ന്യൂസ് മലയാളം അടക്കമുള്ള മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അവിടെ കൗൺസിലേഴ്സും അതുപോലെ തന്നെ മേയർ അടക്കം ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തി നിലവിൽ പോയിട്ടുണ്ട്. എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്നൊക്കെ പരിശോധിച്ച് പറയാം. ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ പേപ്പറുകൾ നീങ്ങാതിരുന്നത് ഏത് ഘട്ടത്തിലാണ് എന്നൊക്കെ പരിശോധിച്ച് പറയാമെന്നാണ് സദാശിവൻ മേയർ നിലവിൽ നമ്മളോട് പ്രതികരിച്ചത്. എങ്കിലും വലിയ അപകടമുണ്ടായിരിക്കുന്നു. വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം, 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2 പേർ നിലവിൽ ചികിത്സയിലാണ്. ഒരാളുടെ നില അതിഗുരുതരം എന്നുമാണ് നിലവിൽ അറിയുന്നത്. തൊഴിലാളികൾ ഇവിടെ ജോലി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. കനത്ത ചൂടിൽ അല്പം തണലുപറ്റി അവിടെ വിശ്രമിക്കുകയായിരുന്നു. നിലവിൽ ഇനി 2 പേരാണ് ചികിത്സയിലുള്ളത്. അവരുടെ നില എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മുബാറക് ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്, ആശുപത്രിയിൽ നിന്ന്. മുബാറക്കെ, പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ആരോഗ്യം നില തൃപ്തികരമാണോ? അപകട നില തരണം ചെയ്തിട്ടുണ്ടോ അവർ? ശ്യാമിലി, നിലവിൽ 2 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. ഒരാൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും മറ്റൊരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. നിലവിൽ 3 പേർ മരണപ്പെട്ട വിവരം നമ്മൾ കൊടുത്തതാണ് ഓൾറെഡി. ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നീ 3 പേരാണ് നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്.